നല്ലത് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു പിന്നെ ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് ലെറ്റർ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അതിനെന്താ പറയുന്നത്? വ്യാപാര കത്ത് എന്നാണ് പറയുന്നത്. അതിനെന്ത് പറയും? വ്യാപാര കത്ത്. അപ്പോൾ വലിയ വലിയ ഫാക്ടറികളിൽ, സൂപ്പർ മാർക്കറ്റ് പോലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ വലിയ വലിയ കമ്പനികളിലൊക്കെ ആയിരുന്നു കൊടുക്കുന്ന ലെറ്ററാണ്. അതിൻ്റെ ലെറ്ററാണ് ബിസിനസ് ലെറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ബിസിനസ് ലെറ്ററിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ? ടെലഫോൺ ഉണ്ടായിരിക്കും, ടെലഗ്രാം ഉണ്ടായിരിക്കും, ആ കമ്പനിയുടെ പേര് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു ബിസിനസ് ലെറ്റർ കണ്ടുപിടിക്കണമെങ്കിൽ അത് ഫ്രമ്മട്രസ് നോക്കിയാണ് കമ്പനിയുടെ പേര് കണ്ടുപിടിക്കുന്നത് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്രമ്മട്രസിലാണ് നോക്കേണ്ടത്. ഫ്രമ്മട്രസിലെ കമ്പനിയുടെ പേരാണ് നമ്മൾ ആദ്യം അറിയിക്കേണ്ടത്. അപ്പോൾ ടെലഗ്രാം കഴിഞ്ഞ് 2 സ്പേസ് താത്ത് നമ്മൾ ഫ്രമ്മട്രസിലെ കമ്പനിയുടെ പേരാണ് അറിയിക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം ആ കമ്പനിയിൽ എന്തെല്ലാം ജോലിയാണ് നടക്കുന്നത്. അപ്പോൾ ആ കമ്പനിക്ക് ചിലപ്പം ഹോൾസെയിൽ, ഫ്രൂട്ട് മർച്ചൻഡൈസ്, മാർക്കറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, അങ്ങനെ ഏതാണ് അവിടെ ഉത്പാദനം ചെയ്യുന്നത്. അപ്പോൾ അത് കമ്പനിയിൽ കഴിഞ്ഞ ശേഷം 2 സ്പേസ് ആക്കി അത് ആ കമ്പനിക്ക് സെൻട്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം. അതിനുശേഷം 3 സ്പേസ് താത്ത് പേപ്പറിൻ്റെ വലത് ഭാഗത്തായിട്ട് ഫ്രമ്മട്രസിൽ പ്ലേസ് അതെന്താണ്? ഡേറ്റ വേണ്ട. ബാക്കിയുള്ള ലെറ്ററിലെല്ലാം എന്താണ്? ഗവൺമെൻറ്റോ ഓഫീസിലൊക്കെ ഡേറ്റ വേണം. എന്നാൽ ഇതിൽ ഡേറ്റ് വേണ്ട. ഇപ്പം 5/5/1988 എന്നറിയുന്നെങ്കിൽ എന്താണ്? 5th സ്പേസ് സ്പേസ് വർഷം കഴിഞ്ഞ് പുസ്തകം. അതിന് നേരെയാണ് എന്താകില്ല അതിനുശേഷം 3 സ്പേസ് താത്ത് മാറിനോട് ചേർത്ത് ക്യൂ എന്നുള്ളത് അഡ്രസ് അടിക്കണം. അതിനോട് ചേർത്ത് എന്താണ് അടിക്കേണ്ടത്? ക്യൂ അഡ്രസ് അടിക്കണം. ക്യൂ അഡ്രസ് കഴിഞ്ഞ് ക്യൂ അഡ്രസ് എല്ലാം എങ്ങനെ ആയിരിക്കണം? സിംഗിൾ സ്പേസിലായിരിക്കണം. മാർജിനോട് ചേർത്ത് തന്നെ ഒരേ കണക്കിന് മാർജിനോട് ചേർത്ത് എന്താണ്? സിംഗിൾ സ്പേസിൽ തന്നെ അടിക്കണം. അതിനുശേഷം പിന്നെ എത്ര സ്പേസാണ്? 3 സ്പേസ് താത്ത് സല്യൂട്ടേഷൻ. അപ്പോൾ സല്യൂട്ടേഷൻ അടിക്കുമ്പോൾ ക്യൂ അഡ്രസ് നോക്കിയാൽ സല്യൂട്ടേഷൻ മനസ്സിലായി. അപ്പോൾ കൃഷ്ണ ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനി മനസ്സിലായ? കൃഷ്ണ ആൻഡ് ഇലക്ട്രിക്കൽ കമ്പനി അവിടെ എത്ര വ്യക്തിയുണ്ടായിരുന്നു? 2 വ്യക്തികളുണ്ടായിരുന്നു. അവിടെ നമ്മളെന്താണ് കൊടുക്കുന്നത്? സൾസ് കൊടുക്കുന്നു. എന്നാൽ ഒരു സ്ഥാപനം ഇപ്പം കൈരളി സ്കൂൾ ഓഫ് കൊമേഴ്സ്, അവിടെ ആർക്കാണ് പ്രാധാന്യം വരുന്നത്? അവിടെ പ്രിൻസിപ്പളിനാണ്. ദി പ്രിൻസിപ്പൾ, കൈരളി സ്കൂൾ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ആ സല്യൂട്ടേഷൻ എങ്ങനെയായിരിക്കും? സാറായിരിക്കും. അവിടെ സൾസിൻ്റെ ആവശ്യമില്ല. അപ്പം ക്യൂ അഡ്രസ് നോക്കിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്, സല്യൂട്ടേഷൻ മനസ്സിലാക്കുന്നത്. അതേസമയം ഒരു വ്യക്തിക്കാണ് നമ്മൾ അഡ്രസ് ചെയ്യണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? ഒരു വ്യക്തിക്കാണ്. ഇപ്പം മഞ്ജിമ ട്രേഡേഴ്സ് മഞ്ജിമയ്ക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്. അപ്പോൾ അവിടെ എന്താണ്? മഞ്ജിമയ്ക്കാണ് അവിടെ. മഞ്ജിമ കഴിഞ്ഞിട്ട് എന്താണ്? ഫാൻസി സെൻ്റർ നമ്മൾ. അപ്പോൾ അവിടെ ആർക്കാണ് കൊടുക്കുന്നത്? പ്രാധാന്യം മഞ്ജിമയ്ക്കാണ് വരുന്നത്. അപ്പം മഞ്ജിമ. അല്ല കുമാരി, അൺമാരീഡ് കുമാരി എന്നുള്ള അതിൻ്റെ ആ സംബോധന അതിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? സംബോധന കഴിഞ്ഞതിന് ശേഷം പിന്നെന്താണ്? ചുവട്ടത്തിൽ അടിച്ച് എല്ലാ സിംഗിൾ സ്പേസിൽ ചുവട്ടത്ത് അടിക്കണം. അടിച്ചതിന് ശേഷം പിന്നെ 3 സ്പേസ് സല്യൂട്ടേഷൻ ഇങ്ങനെ അടിക്കണം. അതിന് ശേഷം പിന്നെ സബ്ജക്റ്റ് റെഫറൻസ് അടിക്കുമ്പോൾ എന്താണ്? മാർജിനോട് ചേർത്താണ് അടിക്കുന്നത്. സബ്ജക്റ്റ് റെഫറൻസ് അടിക്കുമ്പോഴാണ് മാർജിനോട് ചേർത്ത് എല്ലാ സിംഗിൾ സ്പേസിലാണ് ആദ്യത്തെ വരിക്ക് സമാന്തരമായാണ് മനസ്സിലായ. എന്നിട്ട് അതിന് ശേഷം 2 സ്പേസ് താത്ത് എന്താണ് അടിക്കേണ്ടത്? മാറ്റ് അടിക്കണം. 2 സ്പേസ് താത്തി മാറ്റ് അടിക്കുന്നത് എല്ലാം എന്തായിരിക്കണം? ഡബിൾ സ്പേസിലാണ് അടിക്കുന്നത്. ഡബിൾ സ്പേസിൽ അടിച്ചതിന് ശേഷം പിന്നെ 2 സ്പേസ് താത്ത് പേപ്പറിൻ്റെ വലത്ത് ഭാഗത്തായിട്ട് ഇൻവേഡ് സ്പേസിൽ എഴുതിയിട്ട് പിന്നെ 1 സ്പേസ് താത്ത് 4 വെച്ച് നേരത്തെ അടിച്ചാൽ ഫ്രമ്മട്രസിലെ കമ്പനിയുടെ പേരടിക്കണം. ഫ്രമ്മട്രസിലെ കമ്പനിയുടെ പേര് കോമ. അതിനുശേഷം 3 സ്പേസ് താത്ത് അവിടെ ആരായിരിക്കും? മാനേജറോ പ്രൊപ്പറേറ്ററോ ആരാണെന്ന് വെച്ചാൽ എക്സിക്യൂട്ടീവ് മാനേജറോ ഒക്കെ ആണെങ്കിലും അത് ക്യാപിറ്റൽ ലെറ്ററിൽ. ആ വ്യക്തിയുടെ പേരുണ്ടെങ്കിൽ വ്യക്തിയുടെ പേര് ക്യാപിറ്റലും
ഡെസ്റ്റിനേഷനൊക്കെയായിരുന്ന 4 ലിറ്റർ. ഇതാണ് ഒരു ബിസിനസ് ലെറ്ററാണ്. നല്ല ഒരു വൃത്തിയാണ് ഇത്. നമുക്ക് 25 മാർക്കിന് ഇപ്പം മിക്കവാറും ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് നല്ലപോലെ പഠിച്ചോളൂ. താങ്ക് യു.